പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 എക്കണോമിക്സിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും ഇനി മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പുതിയ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 20 മാർക്ക് അസൈൻമെന്റും 80 മാർക്ക് എഴുത്തു പരീക്ഷയാണ്. അതിന് 33% 26 മാർക്കാണ് എഴുതി പാസ്സാകേണ്ടത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 100ൽ 33 മാർക്ക് എഴുതി പാസ്സാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2 മാർക്കിന്റെ അല്പം ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റ് ദി അരിതമാറ്റിക് മീൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റകൾ ഉപയോഗിച്ച് മീൻ കണ്ടുപിടിക്കാനാണ്. അവിടെ മാർക്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. 0 to 20, 20 to 40, 40 to 6, 40 to 60, 60 to 80, പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാൽക്കുലേഷനിൽ നമ്മൾ വരുന്ന മാർക്കാണ് ഇവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഈ മാർക്കിന്റെ ബ്രാക്കറ്റ് ഇവിടെ എക്സ് എന്ന് എഴുതുന്നുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ബ്രാക്കറ്റിൽ എഫ് എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ എക്സും എഫും ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താണ് മീൻ കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. മീൻ ഈക്വൽ ടു അരിതമാറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ FM ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ എഫിന്റെ ടോട്ടൽ എടുക്കുകയാണ്. എഫ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ ടോട്ടൽ. നിങ്ങൾ എക്സാമിന് ആൻസർ ചെയ്യുമ്പോൾ ഇത് കോളം രൂപത്തിൽ എഴുതണം. ഓക്കെ, നമ്മളിത് ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ എഴുതുന്നത്. നിങ്ങളത് എഴുതുമ്പോൾ താഴേക്ക് എഴുതണം. എഫിന്റെ ടോട്ടൽ 12 + 14 + 16 + 8 ടോട്ടൽ നമുക്ക് 50 ആണ് വരുന്നത്. അപ്പോൾ സിഗ്മ എഫ് എന്ന് പറയുന്നത് 50, സിഗ്മ എഫ് 50 ആണ്. ഇനി നമുക്ക് ഇവിടെ FM കാണാം. FM കാണണമെങ്കിൽ M വേണം. M എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആണ്. അപ്പോൾ ഞാൻ അടുത്ത കോളായിട്ട് M ആണ്. M എന്ന് പറയുമ്പോൾ ഈ 0-20 20 ഇടയിലുള്ള മിഡ് എത്രയാന്നുള്ളത്, 0-20 ഇടയിലുള്ള മിഡ് എന്ന് പറയുന്നത് 10 ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്നാൽ എല്ലാത്തിനും ഇങ്ങനെ മിഡ് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് 0 + 20 ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ പ്ലസ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 0 + 20 എന്ന് പറയുമ്പോൾ 20 ആണ്. 20നെ 2 കൊണ്ട് ഹരിച്ചാൽ 10 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ M 10 കിട്ടി. അടുത്ത 20ഉം 40ഉം ആണ്. അതിന്റെ മിഡ് എന്ന് പറയുന്നത് 20 + 40, 20 40 പ്ലസ് ചെയ്ത് 60, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 30. അങ്ങനെ നമുക്ക് ഓരോന്ന് കിട്ടും. 40ന്റെ 60ന്റെ ഇടയിലുള്ളത് 50, അടുത്ത 60ന്റെ 80ന്റെ ഇടയിൽ 70. അപ്പോൾ M കിട്ടി. M കിട്ടിയതിന് അടുത്ത കോളം FM വേണ്ടത്. നമ്മൾ ഇക്വേഷനിൽ FM എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് സെക്കൻഡ് കോളം തേർഡ് കോളം നമ്മൾ ഇൻഡ് ചെയ്യണം. സെക്കൻഡ് കോളം F ആണ്, തേർഡ് കോളം M ആണ്. F × M ആണ് FM. അപ്പോൾ 12 × 10, 14 × 30, 16 × 50, 8 × 70 അങ്ങനെ നോക്കാം. 12 × 10 120, അടുത്തത് നമുക്ക് 420, 14 × 30 420, അടുത്തത് 800, 560. അപ്പോൾ സിഗ്മ FM കിട്ടി. എത്രയാണ് എല്ലാം കൂടെ ടോട്ടൽ 560 + 800 + 420 + 120 ടോട്ടൽ നമുക്ക് 1900 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. സിഗ്മ FM ഡിവൈഡ് ബൈ എഫ് എന്ന് പറയുമ്പോൾ FMന്റെ ടോട്ടൽ 1900 ഡിവൈഡ് ബൈ 50. ഹരിക്കാൻ നമ്മൾ മുകളിലെ 0 അടിയിലെ 0 വെട്ടി. 190 ഡിവൈഡ് ബൈ 5 എത്ര നോക്കാം. ഓക്കെ, 190 ഡിവൈഡ് ബൈ 10 ആണെങ്കിൽ നമുക്ക് 19 ആണ്. 5 ആണെങ്കിൽ 38 വരും കേട്ടോ. കാൽക്കുലേറ്റ് വെച്ചാൽ 38 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. enumerate for precautions of should be while estimating national income by the income method ആണ്. ദേശീയ വരുമാനം കണ്ടുപിടിക്കുന്നത്. ദേശീയ വരുമാനം നമ്മൾ പല മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് വരുമാന മെത്തേഡ്. അപ്പോൾ വരുമാന മെത്തേഡ് ഉപയോഗിച്ച് ദേശീയ വരുമാനം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ചില മുൻകരുതൽ എന്തൊക്കെയാണെന്നുള്ളത്. ദേശീയ വരുമാനം കണ്ടുപിടിക്കാൻ ചെലവ് രീതി ഉണ്ട്, വരുമാന രീതി ഉണ്ട്, അങ്ങനെ പല രീതികളുണ്ട്. അതിൽ വരുമാന രീതി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ളത്. ഇതിന്റെ ആൻസർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഗൈഡിൽ നമുക്ക് 25ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഓക്കെ, നാഷണൽ ഇൻകം മെഷർമെന്റ്. അതിൽ ഗൈഡിൽ 257ാമത്തെ പേജിൽ നല്ല വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ദേശീയ വരുമാനം കാണുമ്പോൾ താഴെ എഴുതുന്ന ഇനങ്ങൾ ഉൾപ്പെടുത്തണം. അതിൽ സ്വയം ഉപഭോഗത്തിനായുള്ള ഉൽപാദന പ്രക്രിയയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന വരുമാനം വേണം. ഉടമസ്ഥയിൽ അധിവസിക്കുന്ന വീടിന്റെ ചുമത്തപ്പെട്ട കാര്യങ്ങൾ വേണം. ദേശീയ വരുമാനത്തിൽ താഴെ കാണുന്ന ഇനങ്ങൾ ഒഴിവാക്കണം. എല്ലാ മാറ്റക്കെടുതികൾ
കള്ളക്കടത്ത്, കരിഞ്ചന്ത മുതലായ പോലുള്ള നിയമമല്ലാത്ത വരുമാനങ്ങളൊക്കെ നമ്മൾ ദേശീയ വരുമാനത്തെ ഒഴിവാക്കണം. അതേപോലെ തന്നെ കോർപ്പറേറ്റ് നികുതികൾ, ലോട്ടറി വിജയത്തിൽ നിന്ന് ലഭിച്ചതുപോലെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, പഴയ വസ്തുക്കളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം, ഓഹരി കമ്പോളത്തിലെ ഓഹരികളുടെയും ബോണ്ടുകളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം, ദേശീയ കടത്തിന്മേലുള്ള പലിശ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അറിയാത്തവർക്ക് ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ആയി വരുന്നുണ്ട് 40. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളത് നമുക്കിതിന്റെ 243 പേജിൽ കാണും. അതായത് 24ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഗൈഡിൽ 243 ടെക്സ്റ്റിൽ ഗൈഡിൽ 24ാമത്തെ ചാപ്റ്ററിൽ കാണും. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ് ആണ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അന്താരാള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായുള്ള നൂല്, വീടുണ്ടാക്കുന്നതിന് വരുന്ന സിമന്റ്, കല്ല്, മണൽ എന്നിവ വരും. എന്നാൽ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അന്തിമ ഉൽപ്പന്നങ്ങളാണ്. അന്തിമമായ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാത്തതുമായ സാധനങ്ങളാണ് അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം വസ്ത്രങ്ങൾ, വീട്, ഷൂസ്, ചെരുപ്പ്, സൈക്കിള്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ കഴിവരും. ഇനി അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫൈൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് മെൻഷൻ ഇസ് വെരി കോമൺ. എന്താണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്? അതിന്റെ വിവിധ തരം കോമ്പണൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അത് നമുക്ക് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഗൈഡിൽ 27ാമത്തെ ഇതിൽ വരുന്നുണ്ട്. 27ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. വിവിധ തൊഴിൽ നിലവാരങ്ങളിൽ ഒരു സമ്പദ് വ്യവസ്ഥയുള്ള ആകെ ഡിമാൻഡാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉപഭോക്താക്കളും നിക്ഷേപകരും ഗവൺമെന്റും വാങ്ങുന്നതും ഇറക്കുമതിക്കായ വിദേശങ്ങളിൽ കയറ്റുമതി ചെയ്തതുമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെ മൊത്തം അളവിനെയാണ് മൊത്തം ചേർത്തനം എന്ന് പറയുന്നത്. ഇനി അതിന്റെ വ്യത്യസ്ത ആഗ്രിഗേറ്റ് ഡിമാൻഡ് വ്യത്യസ്ത കോമ്പണൻസ് ഉണ്ട്. അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ പോയിന്റായി എഴുതിയാലും മതി, 2 മാർക്കല്ലേ. അപ്പോൾ എന്താണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് എഴുതുന്ന 1 മാർക്കും ഇതിന്റെ കോമ്പണൻസ് പോയിന്റായി എഴുതുന്നതിന് 1 മാർക്കാണ്. കുടുംബ ഉപഭോഗ ചോദനം വരുന്നുണ്ട്. അതേപോലെ തന്നെ നിക്ഷേപ ചോദനം വരുന്നുണ്ട്. 3ാമത് വരുന്നത് ഗവൺമെന്റ് ചോദനം വരുന്നുണ്ട്. അറ്റ കയറ്റുമതി, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി ഇത് അറിയാത്തവർക്ക് നമുക്ക് ഡ്രോ ഡയഗ്രാം ടു ഡിറ്റർമൈൻ ഇക്വിലിബ്രിയം ഇൻകം. ഒരു ഡയഗ്രാം വരക്കണം. ആ ഡയഗ്രാമിൽ സന്തുലിതാവസ്ഥ കാണിക്കണം. സന്തുലിതാവസ്ഥ കാണിക്കുന്ന വരുമാനം തൊഴിലും തുല്യമാകുന്ന രീതിയിലുള്ള ഒരു ഡയഗ്രാമാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് AD = AS അപ്രോച്ച് എന്ന രീതിയിലാണ് അതിന്റെ ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മളുണ്ട് എക്സ് ആക്സിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ്, Y ആക്സിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ്. രണ്ടും ഈക്വൽ ആകുന്ന ഒരു പോയിന്റ് കണ്ടോ, ഇന്റർസെക്ട് ചെയ്യുന്ന ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഞാനാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇവിടെയാണ് AD = AS ആയിട്ട് വരുന്നത്. ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ആഗ്രിഗേറ്റ് സപ്ലൈ. 42ാമത്തെ ചോദ്യമാണ് അവസാനമായിട്ട് ഞാൻ വായിക്കുന്നത്. ഇത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി സർക്കുലേഷൻ ഓഫ് മണി. സർക്കുലേഷൻ മണി ഹാസ് ഗോട്ട് ആൻ അപ്പർ ഹാൻഡ് ഓവർ ദി ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മകൾക്ക് ശേഷമാണ് ഈ മണി സപ്ലൈ ഒക്കെ വന്നത്. ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ദി 2 ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ബാർട്ടർ. ബാർട്ടർ സമ്പ്രദായത്തിന്റെ 2 പോരായ്മകളും ആൻഡ് 2 അഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. അല്ലെ, ബാർട്ടർ സമ്പ്രദായത്തിന്റെ 2 ഡിസ്അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ 2 അഡ്വാൻറ്റേജ് സർക്കുലേഷൻ ഓഫ് മണി വന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിന്റെ 2 അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ബാർട്ടർ സിസ്റ്റം എന്താണെന്ന് അറിയണം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ഒരു വ്യവസ്ഥയാണ്. പണം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. അല്ലെ, സാധനങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അളവ് തൂക്കങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതേപോലെ തന്നെ മുറിച്ച് നൽകാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പോരായ്മകളാണ്. എന്നാൽ പണം കൊണ്ടുള്ള മണി വന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? ഒരു എക്സ്ചേഞ്ച് വളരെ എളുപ്പമായി, അല്ലേ? മൂല്യം കണക്കാക്കാൻ എളുപ്പമായി. അതേപോലെ തന്നെ നമുക്കത് പണമാകുമ്പോൾ നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. സാധനങ്ങളാകുമ്പോൾ നമുക്കത് കൊണ്ടു നടക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത് വഹിക്കാനൊക്കെ വളരെ എളുപ്പമായി, ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷനായി, ഡെപ്പോസിറ്റ് കൂടി, ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു. ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇത്രയാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം. ഇനി നമ്മൾ അടുത്തത് 4 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ വീഡിയോസാണ്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.